ഹായ് കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് വേറൊന്നുമല്ല, ഇന്ന് ശരണ്യ എനിക്കൊരു അടിപൊളി പായസം വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടാ. അതെന്താണ്, ഇപ്പൊ രാമായണ മാസമല്ലേ, അപ്പൊ ഇച്ചിരി പായസം എല്ലാം കൂടെ കുടിക്കാമെന്ന് പറഞ്ഞു. രാമായണ മാസം കർക്കിടക കഞ്ഞിയാണ് കുടിക്കുന്നത്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി നമുക്ക് കഞ്ഞി വെക്കാൻ അറിയത്തില്ലാത്തോണ്ട് ഞങ്ങൾ പായസം വെച്ച് അത് ബെറ്റർ. കഞ്ഞി വെക്കാൻ അറിയാമല്ലോ, പായസം വെച്ച് കുടിക്കാന്ന്. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഹാപ്പിയാണ്, എന്ന് ഹാപ്പിയാണ്. അപ്പം വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് ഒരു ഇച്ചിരി പായസം കുടിക്കാൻ ആഗ്രഹിച്ചെന്ന് ഇന്ന് തന്നെ അത് കുടിക്കുക. നാളത്തേക്ക് മാറ്റി വെക്കണത് കൊള്ളത്തില്ല. കാരണം അത് മറ്റുള്ളവർക്ക് പണി തരുന്ന ശീലമല്ലേ, അപ്പൊ എങ്ങനെ മാറ്റി വെക്കുന്നത്? മാറ്റി വെക്കുക അല്ല, ചട്നി ഒത്തിരി കണ്ടുപിടുത്തമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം. ഏത്തപ്പഴം കൊണ്ട് ഇങ്ങനെയുണ്ട്, നല്ല പായസമായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമായിരിക്കും, ഏത്തപ്പഴം പായസം. അപ്പം ശരണ്യ അത് ചെയ്യാന്ന് എന്നോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി പറഞ്ഞു എനിക്ക് ശർക്കര ഇട്ടാൽ മതി, മധുരം പഞ്ചസാര വേണ്ട. ശർക്കര പായസം അങ്ങനെ മതി. അപ്പം അങ്ങനെ വെച്ചാൽ അപ്പം നമ്മളെ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കണം എന്ന് പറയുന്ന വേറൊന്നും കണ്ടല്ല. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചാൽ അത് കഴിയാവുന്ന സാധിക്കുക. അത് നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം ആ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടാവുന്ന സന്തോഷങ്ങളെല്ലാം ഏറ്റുവാങ്ങുക അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. ഞാനിപ്പോൾ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂട്ടുകാരെല്ലാവരും പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം വീഡിയോയിലേക്ക് പോയേക്കാം. ശരണ്യ, അല്ലേ ഏത്തപ്പഴം അരിഞ്ഞ് മിക്സിയിലിട്ടാണോ? ഇത് മിക്കവാറും ഏത്തപ്പഴം ജാമാണെന്ന് തോന്നുന്നു. ബനാന ജാം. ഇത് എന്ത് ചെയ്യപ്പ വേവിക്കണ്ടേ? ഇത് നമ്മൾ അരച്ച് കഴിഞ്ഞപ്പോ നമുക്ക് നെയ്ക്കകത്തിട്ട് വേവിച്ച് കുറുക്കി എടുക്കാം. അങ്ങനെയാണോ ചെയ്യുന്നത്? നമ്മൾ 2 ഏത്തപ്പഴം എടുക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ. എങ്ങനെയാ ഏത്തപ്പഴം നമുക്ക് അറിയാൻ പറ്റും. ഞാനാണ് ദൈവമേ, നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെന്താണ് അല്ല, നല്ല കേക്കായിട്ടുണ്ട്. കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കേക്കായി ഇണക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തെ ഇതങ്ങോട്ട് പൊട്ടിപ്പോയല്ലേ, അത് വീർത്ത് പൊട്ടിപ്പോയി. പിന്നെ കൂട്ടുകാരൊക്കെ നമുക്ക് ശരണ്യോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മൊത്തം അരിഞ്ഞ് ചേർത്തോ, ഞാൻ പായസമായിട്ട് കുടിച്ചോളാം അല്ലേ? പായസമായിട്ട് കുടിച്ചോളാം. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചോ. ശരണ്യ, അരച്ചു തീർന്ന സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലേ. കണ്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മള് നമ്മുടെ ആ തവിയൊക്കെ വെക്കണ സ്ഥലമൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റിയല്ലേ. ഇപ്പൊ ശരണ്യക്ക് എത്തുവാ. ശരണ്യ, ഇനി ഞാൻ എന്ത് ചെയ്യും? തേങ്ങ എപ്പോഴും തേങ്ങ തിരുമ്പ് മാത്രം. കാരണം തേങ്ങ തിരുമ്പാൻ ശരണ്യക്ക് പാടാണ്. അതുമായിട്ട് തിരുമ്പോ റെഡി ചെയ്യണല്ലോ. അടിപൊളി. അപ്പൊ ഇത് മൊത്തം ഇട്ടിട്ടൊക്കെ കാണിക്കാം. ഇത് നല്ല ഇതായല്ല ശരണ്യ, നല്ല കട്ടിക്കാണല്ലോ. അപ്പൊ ഇതിന് മൂടി വെച്ച് വേവിക്കുവാ. മൂടി വെക്കുന്നത്. അങ്ങനെ ഇനി ഇതൊന്ന് ഇതിലിട്ടൊന്ന് വെന്ത് വരണം. വെച്ചില്ല അതുപോലെ തന്നെ. അങ്ങനെ കൂട്ടുകാരെ കണ്ടതെ. ചൂട നെയ്യ് വേണോ ശരണ്യ? നെയ്യ് ചൂട ഒഴിച്ചു, ആവശ്യത്തിന് ഒഴിച്ചു. എന്താ പരിപാടി? കുറുക്കല്ല, ഇന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹം. എപ്പോഴും ശരണ്യ എല്ലാരും പറയുന്ന ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് ഏത്തപ്പഴം പായസം വെക്കണമെന്നുള്ളത്. അപ്പൊ ശരണ്യ അതിന് വേറെ നമ്മള്
സൗണ്ട് ശരണ്യ ആരോ എന്നാണ് പറഞ്ഞിരുന്നത് അതെ അങ്ങനെ വന്നത്. ശരണ്യ ഏത്തപ്പഴം പായസം വെക്കാൻ പോണു. ഇതെന്താ ചെയ്ത അതിപ്പോ മൂടി വെച്ച് വേവിക്കാനാണ്. അപ്പൊ അച്ഛാ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ഏത്തപ്പഴം, രണ്ട് ഏത്തപ്പഴം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരണ്യക്ക് പിന്നെ പരീക്ഷണം മാത്രമല്ലേ ഉള്ളു. അച്ഛനാ ഉറക്ക ക്ഷീണം ഉണ്ട് മുഖത്ത്. ഞാൻ പറയില്ലേ, ഞാൻ ഒന്ന് ഉറങ്ങി ഒന്ന് എഴുന്നേറ്റപ്പോഴാണ് ഇവിടെ സൗണ്ട് കേൾക്കണം. അതെ, അതാണ് ഇങ്ങനെ വന്നത്. ഞാൻ പൊടിക്കാനാ. നമ്മുടെ അച്ഛൻ എന്നാണ് പരിപാടി കൊടുക്കുന്നത്? ശർക്കര കൊണ്ട് തന്നു മക്കളെ. അപ്പൊ അതൊന്ന് നമ്മുടെ അമ്മയാണെങ്കിൽ കണ്ട അതെ തേങ്ങ ചെരണ്ടിക്കൊണ്ടിരിക്കുകയാണ് പായസത്തിന്. ഇത് മൂടി വെച്ച് കഴിഞ്ഞാണ് ഓർത്തതല്ലേ? അങ്ങനെയാണ്. അങ്ങനെ ഇന്ന് അച്ഛനും കൂടി ഏറ്റെടുത്തു. പിന്നെ ഇളക്കാൻ പിന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടാണ്. അങ്ങനെ പറയാം ഷിജു, ഞാൻ ശരണ്യനെ സഹായിക്കല്ലേ പറഞ്ഞു. അതെ അതെ, അല്ലേ എനിക്കറിയാം അച്ഛന ഇങ്ങനെയൊക്കെ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ അതേ കൂട്ടുകാരെ അങ്ങനെ ഒരു തുള്ളി പാലേ ഒഴിക്കുള്ളൂ. കൂട്ടുകാരെ അങ്ങനെ അതെ 3 പേരും പാചകത്തിലാണ് അങ്ങനെ അല്ലേ. അമ്മ അങ്ങനെ തേങ്ങയൊക്കെ ചെരുണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛനാണെങ്കിൽ ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുന്നു. ശരണ്യ എന്നാ അടിക്കുന്നു? ശരണ്യ ഏലക്ക നോക്കിയാണല്ലേ അച്ഛൻ നോക്കണുണ്ട്. അപ്പൊ അച്ഛന് നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്. ശർക്കര ഇച്ചിരി കട്ടയാണ്, അതൊന്ന് പാനിയാക്കി ശർക്കര. ശരണ്യ 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 ഇവിടെ എല്ലാം ഞാൻ ഈ ശർക്കര അന്തമിട്ട് നിൽക്കായിരുന്നു. പായസം വെക്കുമ്പോ ഒരു തിരക്കൊക്കെ ഇല്ലേ? അതെ അതെ, അല്ല ഞാൻ അതെ ഞാൻ വിളിച്ചെന്തിനാന്നറിയാം. അതന്നെയാണ് അമ്മ പറഞ്ഞ പായസം വെക്കുമ്പോ തിരക്കില്ല. ഇവിടെ കല്യാണം പഴം ശരിയാക്കണം, അതൊരു തിരക്കല്ലേ? പിന്നെ അതൊക്കെ സിനിമക്കത്തൊക്കെ കാണിക്കും പോലെയുള്ള പരിപാടിയാണ് തിരക്ക. പിന്നെ ഞാൻ പറഞ്ഞത് എന്നാന്നറിയാം, ശനി ഇപ്പൊ എനിക്ക് ഏത്തപ്പഴം പായസം വെച്ച് തന്ന്. ഇനി അടുത്ത ഇതുപോലെ ഈന്തപ്പഴം കൊണ്ട് പായസം വെച്ച് തരാവോ? ആ നോക്കട്ടെ, ശർക്കര വേണ്ടല്ലോ. വേണ്ട, ഈന്തപ്പഴത്തിന് മധുരം എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റണ ശരണ്യ ഇപ്പൊ തൊട്ട് ചിന്തിച്ചു. ചെയ്യാത്ത പണിയൊന്നുമില്ല. ശരണ്യ ഇപ്പൊ തൊട്ട് ചിന്തിച്ചു, എന്നിട്ട് ആ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ട്. കണ്ട അമ്മ സപ്പോർട്ടിനുണ്ട് ശരണ്യ. വേറെ കാര്യമുണ്ട്, ശരണ്യക്ക് പിന്നെ എന്തായാലും കേട്ടാ മതി. ഇനിയിപ്പോ ഇന്ന് ഉറക്കമുണ്ടാകെ അച്ഛനും അതിലെന്തൊക്കെ ചേർക്കണമെന്ന് ശരണ്യ തീരുമാനിക്കുക. എന്ത് അതിപ്പോ ഈ വീഡിയോയിൽ പറയണ്ട, അടുത്ത ഈന്തപ്പഴത്തിന്റെ വീഡിയോ. നാളെ ഈന്തപ്പഴത്തിന്റെ വേണ്ട കേട്ടോ. എന്നും ഈ മധുരമായെന്ന് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവരോടും വിട പറയേണ്ടി വരും. അത് വേണ്ട. എനിക്കിപ്പോ ഷുഗർ ഇല്ലാതിരിക്കണം. നിങ്ങൾ അതെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേണ്ട, ശരണ്യയുടെ മനസ്സിൽ ഇരിക്കട്ടെ. എന്നാ നമുക്ക് പായസത്തിന്റെ ഇപ്പോഴത്തെ പായസത്തിന്റെ വീഡിയോ. അതെ 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 അതെ. അപ്പൊ വെന്താ ഇതൊക്കെ വെന്തിട്ടുണ്ട്. ചൂടുണ്ടാ നോക്കിയാണി. അല്ല ചൂടുണ്ടെങ്കിൽ എന്റെ കൈ പൊളിക്കാനാണ്. കുഴപ്പമില്ല, ഞാൻ നോക്കിയത് അങ്ങനെ നോക്കിയാണ്. ശരണ്യ അന്നേരം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കണം, അല്ലെ കാണിയല്ല. അതൊക്കെ വറുത്ത് ചേർക്കണ്ടേ? ഏലക്ക വറുത്ത് ചേർക്കണ്ടേന്ന് ഞാൻ അണ്ടിപ്പരിപ്പാണെന്നോർത്ത് പറഞ്ഞു പോയത്.
എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ എന്തോ കേട്ടില്ല തേങ്ങ എന്നെ പറഞ്ഞു ശരണി ഏലക്ക ഇടാൻ പോയപ്പോ ഞാൻ പറഞ്ഞ ഏലക്ക വറുത്ത് ചേർക്കണ്ടേന്ന്. ആ മനസ്സിലായി? ആ ആ അങ്ങനെയല്ലേ ചെയ്യണ്ട? ഒന്നും മനസ്സിലായി ഞാൻ ആ ഒക്കെ ഉണ്ട് എനിക്കൊന്നും മനസ്സിലായി ഏലക്ക വറുത്ത് അതെ ഏലക്ക വറുത്ത് പൊടിച്ച് ചേർക്കാന്ന് പറഞ്ഞു ശരണ്യ. അടുത്ത ആള് ശരണ്യ, ഏലക്ക ഞാൻ ചോദിച്ചത് അല്ലല്ല ഞാൻ എങ്ങനെയുണ്ട് ശരണ്യ? എവിടം വരെയും പോയി വർത്താനം? ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലല്ലോ പറഞ്ഞു എന്റെ അച്ഛന് ഉറക്കക്ഷീണാണ്, ഉറക്കപ്പിച്ചുണ്ട്. അപ്പൊ ഞാൻ കിടപ്പുറങ്ങ അച്ഛാ ഞാൻ അബദ്ധത്തിന് അണ്ടിപ്പരിപ്പാണെന്ന് ഓർത്ത് പറഞ്ഞു. ഇവിടെ വെന്ത് പോ അണ്ടിപ്പരിപ്പാണെന്ന് ഓർത്താ പറഞ്ഞത് വറുത്ത് ചേർക്കണ്ടേന്ന്. ഞാൻ തന്നെ ഒഴിച്ചോളാം കേട്ടാ. ഞാനല്ലേ ഇത് ആ അവിടെ ഇല്ല പക്ഷെ ഇവർക്കാർക്കും മനസ്സിലായില്ല ശരണി നമ്മൾ പറഞ്ഞ വർത്താനം. ഞാൻ ഇത് ഒഴിക്കാണ് ആ അതേ മതി മതി. അമ്മേ ആ ഗേറ്റിന്റെ അവിടെ തേങ്ങ വീണെന്ന് തോന്നുന്നു. അപ്പുറത്ത് പെര പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധനം ആ ഒച്ചയാണല്ലേ. അപ്പൊ കണ്ട കൂട്ടുകാരെ ഇനി ഇതേ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കണം കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ ശർക്കര പാനി കിടന്ന് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ അങ്ങോട്ട് ഗുസ്തി പിടിച്ചോണ്ടിരിക്കണം. അങ്ങനെ വെന്ത് ഉടഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ശരണ്യയും അമ്മയും കൂടി അപ്പുറേ പോയി നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനെ ഏൽപ്പിച്ചേച്ചും പോയിരിക്കുകയാണ്. എന്തായി വെന്താ അച്ഛാ? ഇത് കണ്ട മക്കളെ ശരണ്യ വന്നു. ഒന്നാം പാല് ആ ആദ്യം രണ്ടാം പാല് ആ. അപ്പൊ ഇതൊന്ന് വെന്ത് വന്ന വരെ വെയിറ്റ് ചെയ്യാം. ശരണ്യ എന്തോ കൂട്ടുകാരോട് പറഞ്ഞില്ല എന്താണ് ഒഴിക്കുന്നത്? കൂട്ടുകാരെ നമ്മൾ തേങ്ങാപ്പാലിന് രണ്ടാം പാല് ഒഴിക്കാൻ പോവാണ്. രണ്ടാം പാല് ഒഴിക്കുകയാണ്. ആ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാവുന്ന രീതിക്ക് പോരെ. ആ അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് ഇതേ നമ്മുടെ ടോബിയും പായസത്തിന്റെ ആ സ്മെല്ലടിച്ച അവിടെ. അപ്പൊ ഇനി ഇതൊന്ന് ഇനി ഒന്ന് വീണ്ടും ചൂടാവണം. അത് കഴിയുമ്പോ നമ്മൾ ഒന്നാം പാല് ചൂടായി കഴിഞ്ഞ് ഒന്ന് ഒഴിച്ചിട്ട് ഓഫ് ആക്കി ഇടുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആഹാ അടിപൊളി കളറായല്ല. അടിപൊളി പായസമായി ആണല്ലേ? പ്രതീക്ഷിച്ചില്ല. ആഹാ നമ്മുടെ അമ്മ ഇത്രയും ദൂരെ മാറി നിൽക്കുന്ന കാരണം അമ്മേനെ കാണുന്നില്ല. എന്താണ് കാര്യം അറിയാമോ? ഞാൻ കുറെ കിടന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ടാണ് പായസത്തിന്റെ കളറൊക്കെ നല്ല ക്ലിയർ ആയത്. അതെ അതെ അതെ. ഏത് ഇത് കമന്റ് തന്നെ കണ്ടുപോണേ ചേട്ടൻ കേട്ടാ. നമുക്ക് കാണാല്ലോ. ആ നമുക്ക് കാണാം. അമ്മ ഇപ്പൊ അച്ഛനും മകളും ചെയ്തതേ ഉള്ളു. അമ്മ തേങ്ങ ചെരണ്ടി പാടുള്ള പണിയൊക്കെ തേങ്ങ ചിരണ്ടി അത് പാല് പിഴിഞ്ഞു കൊടുത്ത് എന്ത് പറഞ്ഞാലും ഈ പായസം വേണോന്ന് പറഞ്ഞ ഞാനാണോ? ആണോ? അപ്പൊ ക്രെഡിറ്റ് എനിക്കാ. അല്ല കുറെ കിടന്ന് എനിക്ക് ക്രെഡിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ഒന്നാം പാല് ഒഴിക്കാൻ പോവാ. അതുകൊണ്ട് നമ്മൾ നിർത്തുക. അപ്പൊ അതുകൊണ്ട് വീഡിയോ തീർന്ന അല്ല അങ്ങനെയല്ല. പിന്നെ അണ്ടിപ്പരിപ്പും ചേർക്കണം. നമ്മുടെ ഒന്നാം പാല് കൂടി അതിലാട്ട് ഒഴിക്കുന്നു. ഒഴിച്ചോ? മൊത്തം അങ്ങോട്ട് അങ്ങോട്ട് ഒഴുക്കി. എന്തിനാ മാറ്റി വെച്ചിട്ട്? ആ പായസം കാണുമ്പോ തന്നെ അറിയാലോ നല്ല അടിപൊളി ടേസ്റ്റ്. കല്യാണ സ്ഥലത്ത് കിട്ടുന്ന പായസം പോലെയുണ്ട്. അതെ അതെ അതെ. ആഹാ ശരണ്യ അത് ചുരുക്കി പേര്. അപ്പൊ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടൊക്കെ കാണിക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും എടുത്തിട്ടുണ്ട്. നമുക്കിത് ആ ആ പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അച്ഛ സ്റ്റൗ ഓഫാണ് അച്ഛ. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റെഡിയായി വരട്ടെ. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലാട്ട് ഇടാൻ പോവുകയാണ് നമ്മുടെ ശരണ്യ. ആഹാ അടിപൊളി. കണ്ടാ കൂട്ടുകാരൻ
അങ്ങനെ അതെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം അങ്ങോട്ട് ഇട്ട് നല്ല അടിപൊളി പായസാക്കിയിട്ടുണ്ട്. ഇത് എല്ലാരും കൂടി നോക്കി നിൽക്കി. നമുക്കത് കുടിച്ചു നോക്കിയാലോ? അതെ അതെ ഗ്ലാസ് ശരണി ഗ്ലാസ് എടുക്കാൻ പോയി. കണ്ടാ കൂട്ടുകാരെ, ഏത്തപ്പഴം പായസം നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അപ്പൊ ഇതൊന്ന് തണുക്കണം. പായസം തണുത്താലേ കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതോ ചൂട് പായസം കുളിക്കാൻ പോവുകയാണ്. അച്ഛന് തന്നെ തരും. അച്ഛനല്ല ഇണക്കിയത്. അതെ എടുത്ത് വെച്ച് തരാം. അപ്പൊ എനിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്. അതെ. അച്ഛനാണ് ഇണക്കിയത്. അപ്പൊ അങ്ങനെ അതെ പായസം അങ്ങോട്ടൊരു ഇതിലായിട്ട് മാറ്റിയല്ലേ? കുറച്ച് മതി. എനിക്ക് ചൂട് പായസം ചൂടോടെ എങ്ങനെ കുടിക്കും ശരണ്യ? ശരണ്യ കുടിക്കുന്ന ആദ്യം അല്ല വേറെ കാര്യം ശരണ്യ കുടിച്ചാൽ കാണിക്കണ്ടേ ഇല്ലേ? ഞാൻ കാണിച്ചു തരാം. ആ കുടിച്ചോ. ചൂട് എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വാ. മകളെ കൊണ്ട് ഞാൻ കുടിപ്പിക്കുമല്ലോ. ചൂടാണ് വാങ്ങുന്നത്. ആരാ കുടിച്ച് കാണിക്കുന്നത്? അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞത്. അല്ലല്ല ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്തിരിക്കുന്നത് ശരണ്യ അങ്ങനെ പറഞ്ഞതാ. എന്നാ ശരണ്യ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അല്ലല്ല കൂത്ത വയ്ക്കുമ്പോ ഇന്ന് ആര് പാലാട്ടോന്ന് അറിയാലോ. എന്നാ അച്ഛൻ പറഞ്ഞല്ലേ ശരണ്യ തന്നെ. ആ കുടി. അതെന്താ എന്നാ വേണ്ട ശരണ്യ. ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താ പറയാ ചൂടാണേ. നല്ലതാണ്. അച്ഛനും അമ്മയൊക്കെ ഒന്ന് കുടിച്ച് കൂട്ടുകാരെ കാണിച്ചു കൊടു. ഇത് ആശ്വസിച്ച് കുടിക്കണം. അല്ലാതെ ഇച്ചിരി കുടിച്ചു പിന്നെ ഇതിപ്പോ ഗ്ലാസ്സിലെടുത്ത് ഞങ്ങൾ ആശ്വസിച്ച് കുടിക്കും. ആസ്വദിച്ച് കുടിക്കും. സായും സീയൊക്കെ പോകും കേട്ടോ കൂട്ടുകാരെ, വേറെ ഒന്നുമല്ല. കുടുംബത്തിൽ പാരമ്പര്യത്തുള്ള എന്നാലും പറഞ്ഞല്ല അച്ഛന്റെ കൂടെ മകളെയും കൂടി കൂട്ടിയല്ല ആ കൂടെ. അതാണ് ശരണ്യ. അച്ഛനും മകൾക്കും പോകും. ചില വാക്കുകൾ പിന്നെ അച്ഛൻ പ്രായമായോണ്ടാ അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് പായസമൊക്കെ ചെയ്ത് നോക്കണം. കണ്ട ഇത്ര നല്ല പായസം വരുമെന്ന് ഞാനും ഓർക്കണ്ടല്ല പറഞ്ഞത്. നല്ല ഏത്തപ്പഴാകുമ്പോ നല്ല അതെ അതെ തമാശ പറയണാണ്. ഇതിലൊക്കെ തമാശ അതാരും കാര്യാക്കല്ലേ. ഞങ്ങള് അങ്ങനെയാണ്. ഞങ്ങള് ഇപ്പൊ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിൽ എന്റെ ഈ മക്കൾ മാത്രമല്ല വേറെ മൂത്ത മക്കളുണ്ട്. ഞങ്ങൾ എല്ലാരും തമാശയിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. എല്ലാരും അതെ അതെ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അപ്പൊ ഇതുപോലെ എല്ലാരും പായസം എല്ലാ സാധനവും ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.